അല്ലതാര് നബീസാത്തെ? അല്ല ജബ്ബാറേ, ഇജ്ജ് ഇന്നലെ ഒരു കൂട്ടരെയും കൊണ്ട് വരാന്ന് പറഞ്ഞല്ലേ. ഇജ്ജ് അനക്ക് പറ്റൂലെങ്കി പറയ്, നമ്മക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങള് ബേജാറാല്ലേന്ന്, നമ്മൾ അങ്ങോട്ട് എന്നാ വരുന്നത്. അവിടെ എത്തിയിട്ട് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞുതരാന്ന്. നിങ്ങള് ഫോണ് വെക്കീന്ന്. നമ്മളിത് അവിടെ എത്തി, ഇപ്പൊ അവിടെ എത്തി. എന്താ അല്ല ജബ്ബാറേ, ഇജ്ജ് ഇവിടെ എത്താൻ അയക്കണമെങ്കിൽ ഫോൺ എടുക്കണ്ടീനിയോ? നബീസ്ത, നിങ്ങളെ നമ്പർ എപ്പോ കണ്ടാലും നമ്മളത് എടുക്കും. നമ്മക്കതൊരു സന്തോഷാ. അത് തന്നെയാ എല്ലാരും പറയണത്. നമ്മളെ വിളിക്കുമ്പോ എല്ലാവർക്കും സന്തോഷാ. എന്താ നമ്മക്കൊട്ട് സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല. വരി നബീസ്ത, ഞമ്മക്ക് ഇവിടെ ഇരിക്കാം. ഇങ്ങക്ക് സന്തോഷമുള്ള കാര്യമായിട്ടാ ഞമ്മള് വന്ന്. ഇരിക്കി. എന്ത് സന്തോഷോ? ഇജൊരു കൂട്ടരെയും കൊണ്ട് വരാന്ന് പറഞ്ഞ് 2 ദിവസം മുന്നേ പോയതല്ലേ. പിന്നെ എൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ. അതൊക്കെ പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് കുടിക്കട്ടെ. ജാസ്മി, എടി ജാസ്മി, ഇച്ചിരി വെള്ളം എടുത്ത് വാ, ജബ്ബാർക്കാക്ക് കുടിക്കാൻ. നടന്നാ വരുന്നത്, വല്ലാത്ത ദാഹം. വെള്ളം. എല്ലാ ജബ്ബാർക്കാനെ കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. നിങ്ങൾ എവിടെയായിരുന്നു? നമ്മള് കാസർഗോഡ് വരെ ഒന്ന് പോയതായിരുന്നു മോളെ. അല്ല നബീസ്ത, ഇവളെ കെട്ടിക്കാനായിക്കണല്ലോ. ഇവക്കും വേണ്ടേ ഞമ്മക്കൊരു പിയാപ്പള്ള നോക്കുക. ഇക്കിപ്പ കല്യാണം ഒന്നും നോക്കണ്ട. ഓളവിടെ നിക്കട്ടെ. അന്നോട് സൂറാക്ക് ഒരു ആലോചന കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുറെ കാലമായല്ലോ. ആദ്യം അത് നടത്ത്. ഇങ്ങളെ വർത്താനം കേട്ടോ വിചാരിക്കും നമ്മൾ നോക്കാഞ്ഞിട്ടാന്ന്. എത്ര നല്ല ആലോചനകളാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇങ്ങളെ മോള് സമ്മതിക്കാൻ ഞാൻ നമ്മളെന്ത് ചെയ്യാനാ? ആ ബലാല് സമ്മതിക്കാൻ ഞാൻ നമ്മളെന്താ ചെയ്യാ? നമ്മളിപ്പം വന്നത് നല്ലൊരു ആലോചന അയക്കാം. പിന്നെ പുയ്യാപ്പള ഞമ്മളെ മാതിരിയൊന്നുമല്ല, നല്ലോണം കറുത്തിട്ടാ. പിന്നെ ഒരു കാലിന് ലേശം മന്തുണ്ട്. അതല്ലാതെ ഒരു കുറവും പിയാപ്പിളക്കില്ല. അല്ല ജബ്ബാറേ, നല്ലോണം കറുത്തിട്ടാണെങ്കിൽ ഓക്ക് ചേരുവോ? ആ, ഇന്നാ പിന്നെ ഓക്ക് ഷാറുഖ് ഖാനൊന്ന് ആലോചിച്ചാലോ? ഇങ്ങളെന്താ നബീസ്ത പറയണത്? ഓളൊരു 2ാം ഘട്ട. അത് ഓളെ പിയാപ്പിളിനോള് മൊയ്യും ചൊല്ലിയിട്ടില്ല. അത് നിങ്ങൾ മറക്കണ്ടോ. ഒന്ന് കെട്ടിയതാന്ന് ഓളെ കണ്ടാ പറയോ? പിന്നെ മൊയ്യൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, എന്നാലും ഓളെ പിയാപ്പിള ജീവിച്ചിരിക്കുമ്പോ ആരെങ്കിലും ഓളെ കെട്ടോ? ഓളെ കാണാൻ നല്ല മൊഞ്ചുള്ള കൊണ്ടേ ഓളെ ആരും കെട്ടു. എന്ത് മൊഞ്ചി! കല്യാണം കഴിഞ്ഞ് 10-20 ദിവസം വരെ കാണും ഈ മൊഞ്ചിനോടുള്ള താല്പര്യം. അത് കഴിഞ്ഞാ പിന്നെ ഒക്കെ കണക്കാ. അല്ല, സുഹറ എവിടെ? ഓളിവിടെ ഇല്ലേ? ഓളിവിടെ ഉണ്ട്. കെട്ടിയോന് തിന്നാൻ കൊടുക്കുക. ഒരു ഉപകാരം ഇല്ലാത്ത സാധനത്തിന് നോക്കുക. ഓക്ക് പിരാന്തല്ലാതെ. നമുക്കൊന്ന് അഞ്ചോട്ടിയാലോ? കിടന്നോട്ടോ, ഞാൻ പോയി വരാം. ഉമ്മ കഞ്ഞി തരും, മുഴുവനായിട്ട് കുടിക്കണം കേട്ടോ. വേണ്ട സുഹറ, ഉമ്മായ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. നീ വന്നിട്ട് തന്നാ മതി കഞ്ഞി. ഞാൻ ഒന്ന് കുറച്ച് നേരം വെക്കും. 2 വീട്ടിൽ പണിയുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങൾ വിൽക്കാനുണ്ട്. എന്നെ കാക്കണ്ട, കഞ്ഞി കുടിച്ചോണ്ടി. നിനക്ക് ഞാനൊരു ബാധ്യതയായാലേ? എത്ര നാളാ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുക.
എന്ത് ബാധ്യത? ഒരു ഭാര്യയുടെ കടമയല്ലേ ഞാൻ ചെയ്യുന്നത്, അല്ലേ? ഒന്ന് ആലോചിക്കണ്ട, കിടന്നോളി. സുഹറ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ജബ്ബാർ കാക്കേ, കുറച്ച് ദിവസമായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്. എനിക്ക് പറ്റിയ ചെക്കന്മാരൊന്നും കിട്ടാഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ടൊന്നും വരാത്തല്ലേ? അല്ല, നീ എങ്ങോട്ടാ ഈ ബാഗും തൂക്കി പിടിച്ച്? ഞാൻ ജോലിക്ക് പോവാ. 2 വീട്ടിൽ തിരുമ്പി കൊടുക്കാനും അടിച്ചുവാരി കൊടുക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളുണ്ട്, അതെല്ലാ വീട്ടിലും കൊണ്ടുപോയി വിൽക്കും. ഓളേലേ നല്ല ബിരിയാണി ഒക്കെ ഉണ്ട്, അനക്ക് വേണേ വാങ്ങിക്കോ. അത് ശരി, ബിരിയാണി വിൽക്കുന്നുണ്ടോ? അതെവിടുന്ന്? അത് അപ്പുറത്തെ വീട്ടിലെ മൈമൂനത്താത്ത കുറച്ച് ബിരിയാണി ഉണ്ടാക്കി പാക്കാക്കി തരും. ഞാനത് കൊണ്ടുപോയി റോഡ് സൈഡിൽ വെച്ച് വിൽക്കും. എങ്ങനെ കഷ്ടപ്പെടണോ സുഹറ? നിനക്ക് ആരെങ്കിലും കെട്ടി സന്തോഷത്തോട് ജീവിച്ചൂടെ? എന്താ ജബ്ബാർ കാക്ക നിങ്ങൾ ഈ പറയണത്? ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കെങ്കിലും കുറച്ച് മനസാക്ഷി ഉണ്ടാവുന്നോ? എടി ഒരുമ്പെട്ടോളെ, എത്ര കാലാച്ചിട്ടാടി ഇച്ചൊരാണൊരുത്തനെ ഇങ്ങനെ നഴിച്ചു പോറ്റാ? പോറ്റുമ്മ, ഞാൻ പോറ്റും. എന്റെ മരണം വരെ എന്റെ ഇക്കാനെ ഞാൻ നോക്കും. എനിക്ക് മഹർ തന്നി ഇണയാക്കി പഠിച്ചതാ പഠിച്ചവൻ എന്നെ എന്റെ ഇക്കാനി. എനിക്ക് ഇജ്ജ് മാത്രമല്ലേ, നിന്റെ താടി ഒരുത്തൂടി ഇല്ലേ? അവിടെ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണ്ടേ? ഉമ്മ, നിങ്ങൾ എന്റെ പേര് പറഞ്ഞ് ഇത്താത്തനെ ചീത്ത പറയണ്ട. ഇത്താത്ത നയിച്ചോണ്ടാന്നിട്ടല്ലേ നമ്മളിവിടെ കഴിയണത്. ഇല്ല, ഞാൻ രണ്ടാളും ചീത്ത പറയണില്ല. നിങ്ങൾ രണ്ടാളും പാടെ ഓനെ കെട്ടിപ്പിടിച്ചിരുന്നോളി. ആ ഇതൊന്നും കേട്ട് ഇത്താത്ത കരയാൻ നിക്കണ്ട. ഇത്താത്ത പൊയ്ക്കോളി. നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ വരുമ്പോ ഒന്നും നിന്നെ കാണാറില്ലല്ലോ. നീ മുങ്ങി നടക്കല്ലേ? ചേച്ചി, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് വെച്ചിരിക്കായിരുന്നു. നീ ഒന്നും പറയണ്ടടി. നിന്റെ കെട്ടിയോനെ ചികിത്സിക്കാൻ വേണ്ടിട്ട് പണം വാങ്ങിട്ട് കുറെ നാളായി. മുതലും ഇല്ല, പലിശയില്ല. ഇന്ന് രണ്ടാലൊന്നും അറിഞ്ഞിട്ട് ഞാൻ പോണുള്ളൂ. നിവൃത്തില്ല കേട്ടോ ചേച്ചി, കിട്ടുന്ന പൈസ ഇക്കാന്റെ ചികിത്സക്ക് പോലും തികയുന്നില്ല. എന്നാ നീ എന്റെ കൂടെ വാടി. കൂടുതൽ പൈസ കിട്ടുന്ന ജോലി ഞാൻ കാണിച്ചു തരാം. ഇവളെയും കൂടി കൂട്ടിക്കോ, കൂടുതൽ പൈസ കിട്ടും. നിങ്ങൾ അനാവശ്യം പറയരുത്. എന്നാൽ എന്റെ പലിശ മുതലും നീ താടി. നിങ്ങൾ കുറച്ചും കൂടി മാന്യമായിട്ട് സംസാരിക്കണം. അവൾ നിങ്ങളെ പൈസ തരാന്ന് പറഞ്ഞല്ലേ, അവൾക്ക് കുറച്ചും കൂടെ സാവകാശം കൊടുക്കേ. എങ്ങനെ? എന്നാ താനൊരു ഡേറ്റ് പറയ്. എന്നാ നിങ്ങൾ തന്നാ മതിയല്ലോ. ഏയ്, അതൊന്നും ശരിയാവില്ല നബീസ്ത. നമ്മള് പോവാട്ടോ, പിന്നെ വരാ. എല്ലാതൊരു കഥ. ഞാനല്ലേ നിങ്ങളോട് പൈസ വാങ്ങിയത്, അത് ഞാൻ തന്നെ തന്നോളാം. നിങ്ങൾ ഓരോടൊന്നും ചോദിക്കണ്ട. എത്ര ആയടി പറയാൻ തുടങ്ങിയിട്ട്? സൂറ, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഞാൻ പോകാൻ നിക്കാണ് താത്ത. ആണോ? നീ വേഗം പോയി വാ, ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടി മൈമൂന, നീയും കൂടെ പറഞ്ഞിട്ടല്ലേ എടി ഇവൾക്ക് ഞാൻ കാശ് കൊടുത്തത്? ഓള് തരും. ഓളെ കുയ്യാപ്പിൾക്ക് തീരെ വയ്യാത്തോണ്ടാ. മൂപ്പര മരുന്നിന് തന്നെ കുറേ പൈസയാവും. തരുന്ന് പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. ഇതുവരെ പലിശ പോലും കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോൾ പോയിക്കോളി. എത്രയും പെട്ടെന്ന് പൈസ തരാനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം. ധൈര്യമായിട്ട് പോയിക്കോളി. ഞാൻ ഇപ്പം പോവാ. നീ പറഞ്ഞതുകൊണ്ടാ ഞാൻ പൈസ കൊടുത്തത്. പെട്ടെന്ന് എന്റെ പലിശ കിട്ടിയില്ലെങ്കിലേ ഞാൻ ഇനിയും വരും. എന്താ മൈമൂനത്താത്ത ഞാൻ ചെയ്യാ? പഠിച്ചോൻ എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഒക്കെ ശരിയാ സൂറ, ഈ ഇങ്ങനെ സങ്കടപ്പെടരുത്. ഈ ഇപ്പൊ ബേജാറാവണ്ട. നീ ഇപ്പൊ ജോലിക്ക് പോയിക്കോ. ബിരിയാണി പാക്കാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഞാൻ പോവാ. ഓളൊരു വിധി, വല്ലാത്തൊരു വിധിയായി പോയി. പഠിച്ചോൻ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. നബീസ്ത, ആ നീ വന്നോ? ഞാൻ സൂറാനെ ഒന്ന് കാണാൻ വന്നായിരുന്നു. ഓളെ കാര്യമൊന്നും പറയാത്ത നല്ലേ. സൂറാന്റെ കാര്യം എന്താ ചെയ്യാ? വല്ലാത്തൊരു സങ്കടത്ത് തന്നെ. എന്ത് സങ്കടാ? ഓളിനെ പറ്റിയച്ച സങ്കടല്ലേ? എത്ര കാലായി ഓളോട് പറയണ് ഓനൊഴിവാക്കി വേറെ ആളുടെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കേ? നിങ്ങളെന്ത് വർത്താനായി പറയണത്? ഓനക്ക് ആരുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ?
ഓന് മഹർ കൊടുത്ത ഓൻ്റെ ബീവിയാണ് സുഹറ. അത് നിങ്ങൾ മറക്കരുത്. ഇങ്ങനെ സുഖമില്ലാതെ കൊഴിഞ്ഞിറക്കുന്ന ആൾക്കാരെ നോക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാ നല്ലത്. എടങ്ങേറായിക്കണ ഓനെക്കൊണ്ട്. അല്ല, ഈ സ്ഥിതി നമ്മളെ സുഹറയ്ക്കാണെങ്കിലോ അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഓളെ ഭാവിയാ വലുത്. നബീസ്ത, ഇതൊക്കെ പടച്ചോൻ കാണുന്നുണ്ട് കേട്ടോ. ഓനെ നോക്കാൻ വേണ്ടിയാ ഓളീ കഷ്ടപ്പെടുന്നത്. എടി, നിനക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടല്ലോടി, എന്നിട്ട് നിനക്ക് ക്യാഷ് തരാൻ പറ്റിയില്ലേ? ചേച്ചി, ഇതെന്റേതല്ല. ഇത് മൈമുനത്താത്തുണ്ടാക്കി പാക്കാക്കി തരുന്നതാണ്. ഇത് വിറ്റ് കൊടുത്താൽ അവരെന്തെങ്കിലും തരും, അത്രേ ഉള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ പലിശ കൊണ്ടാ. എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല ചേച്ചി, ഞാൻ പിന്നെ തരാം. എന്നാലേ 4-5 ബിരിയാണി ഞാൻ അങ്ങോട്ട് എടുക്ക, പലിശയിൽ അങ്ങോട്ട് കൂട്ടിക്കോ. ചേച്ചി, അതെടുക്കല്ലേ. ഇന്ന് എന്റെ കാക്ക് മരുന്ന് വാങ്ങിക്കാനുള്ളതാ. ഓടി, ക്യാഷ് ഉണ്ടാക്കി തന്നാ പെട്ടെന്ന് തന്ന്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരൂ. കാക്കേ, പോവാട്ടോ. ഇന്ന് കച്ചവടമില്ലായില്ലേ മോളെ? ഇല്ല. ഇല്ലേ? ബെഞ്ച് അടുത്ത് വെച്ചോണ്ട്. ഉം. ആ, ആയിക്കോട്ടെ.
ഇക്കാക്ക് പറ്റിയേ? എനിക്കൊന്നുമില്ല സുഹറ, നീ കരയണ്ട. നിങ്ങൾ എങ്ങനെയൊക്കെ കട്ടുമ്പോ നിലത്തെത്തി? എന്റെ ഇക്കാക്ക് എന്താ പറ്റിയത്? ഉമ്മ കഞ്ഞി അവിടെ കൊണ്ട് വെച്ചിഞ്ഞ് എനിക്ക് വയറ് വല്ലാതെ കാളിയപ്പോൾ ഞാൻ എടുക്കാൻ നോക്കിയതാ, അപ്പൊ വീണത്. പിന്നെ എന്നെ പൊന്തിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ, അപ്പൊ അവിടെ തന്നെ കിടന്നതാ. എന്റെ ഇക്കാക്ക് ഞാൻ കഞ്ഞി വാരി തരാട്ടോ. പണി കഴിഞ്ഞ് വരാൻ നേരല്ലേ അനക്ക് കിടന്ന് മോങ്ങേ? എന്തിനാണ് ഉമ്മ ഈ പാവത്തിനോട് ഇത്ര ക്രൂരത കാട്ടുന്നത്? നിനക്കെങ്കിലും ഈ കഞ്ഞൊന്ന് എടുത്തു വെച്ച് കൊണ്ടേ കൊടുത്തൂടായിരുന്നോ? ഇത്താത്ത പോയാ പിന്നെ ഉമ്മ ഈ റൂമിന്റെ വാതിലടയ്ക്കും. എന്നോട് ഈ റൂമിൽ കേറി പോരുന്ന പറഞ്ഞേക്കണേ. എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ. അനക്ക് പറ്റില്ലെങ്കിൽ യോനായിട്ട് വേറെ എവിടെയെങ്കിലും പോയിക്കോ. പോവുമ്മ, പെട്ടെന്ന് തന്നെ പോവും. ഓളെ കൂട്ടാതെ ഞാൻ ഒറ്റക്ക് തന്നെ പോവും. ഞാൻ എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കും, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് കൊണ്ടുപോവാൻ. എന്തൊക്കെയാണ് ഇക്കങ്ങളി പറയണത്? ഇക്ക എവിടെയും പോട്ട, ഇക്ക ഞാനില്ലേ, അത് പോരെ? ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞ അതാ ഇപ്പൊ കുറ്റം. നമ്മളെ വായിന്ന് ഒന്നും വീണില്ല. നിങ്ങൾ എന്താച്ചാ ചെയ്തോളി. കിടക്കട്ടോ, ഞാനിപ്പോ വരാം. കുറച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഇക്ക ഉറങ്ങിയോ? ഇല്ല, കണ്ണടച്ചിട്ട് ഉറക്കം വരണില്ല. ഓരോന്നാലോചിച്ചിട്ട് ഉറങ്ങാനേ കഴിയുന്നില്ലടോ. അതൊക്കെ ഇപ്പോഴും ആലോചിക്കാണോ? ഇക്ക വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട, കിടന്നോളി. നിന്റെ ഉമ്മ പറയുന്നത് മാതിരി നിനക്കെന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കിക്കൂടെ? എന്നിട്ട് ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കാം. ഇക്ക വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. ഉമ്മ വിവരല്ലാണ്ട് ഓരോന്ന് പറയണതാ. നിങ്ങൾ കിടന്നോളി, എനിക്ക് നേരത്തെ പണിക്ക് പോകാനുള്ളതാ.
ഇക്ക ഇക്ക ഉം. മരുന്ന് കുടിക്കാനായില്ലേ? നിന്റെ നിസ്കാരം കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഇക്ക കുറച്ചേരം കൂടി കിടന്നോ, ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ചേരിട്ട് വരാം. ഡേ, എടീ, എവിടെടി നിന്റെ പലിശ മുതലു? ചേച്ചി എന്താ രാവിലെ തന്നെ? രാവിലെ വന്നതേ നീ മുങ്ങണ്ട വിചാരിച്ചിട്ടാ. നീ വർത്താനം നിർത്തിട്ടെ എന്റെ കാശ് കൊടുക്കൊണ്ടാ. ചേച്ചി എനിക്ക് കുറച്ച് അവധി കൂടി തരണോ, ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം. ഇനി നിന്റെ പെട്ടെന്നൊന്നും കേൾക്കണ്ടടി. ഇനി നിന്റെ തള്ളന്റെ അടുത്ത് ഞാൻ ചോദിച്ചോളാം. ചേച്ചി വേണ്ട, ചേച്ചി ബഹളം വെക്കല്ലേ, ഞാൻ 2 ദിവസം കൊണ്ട് തരാം. നിന്റെ 2 ദിവസം എനിക്ക് കേൾക്കണ്ടടി. ദേ തള്ള എങ്ങോട്ട് ഇറങ്ങി വാ. ഇന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. എന്താ അവിടെ ഒരച്ചും ബഹളോ? എന്റെ പൈസ എനിക്ക് ഇപ്പം കിട്ടണം. കിട്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. നീ പോണ്ട, ഇവിടെ കയറി കിടന്നോ. അന്നോട് ഞാൻ 10 പൈസ വാങ്ങിയിട്ടില്ല. വാങ്ങിയത് ഇവളാ, ഓളോട് ചോയ്ക്കി. പൈസ കടം വാങ്ങിയിട്ട് തിരിച്ചു തരാത്ത അലവലാദികള്. നിങ്ങളിപ്പോൾ പോയിക്കോളി, ഞാൻ നാളെ തരാം. എടി ഒരുമ്പെട്ടോളെ, അന്റെ കെട്ടിയോന്റെ പണിയിലടി കണ്ടവരൊക്കെ ഇവിടെ കയറി തൊള്ളെ തോന്നി വിളിച്ചു പറഞ്ഞത്. ജിന്തിനാടി കമ്പലയക്കണേ. ദാ തൽക്കാലം അത് കൊണ്ടുപോയിക്കോളി, ബാക്കി പിന്നെ തരാം. എടി നിനക്കെന്താ പീരാന്തായോ? തൽക്കാലം അത് മതി, ബാക്കിക്ക് 2 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നോടാ. ഇതിന്റെ ബാക്കിയേ ഞാൻ ഓനക്ക് കൊടുക്കാം. വേണ്ടുമ്മ, അളിങ്കാക്കനൊന്നും പറയണ്ട, പാവാണ്. എടാ ഇജ്ജിങ്ങനെ തീരാതെ കിടക്കുന്നതിനെ കൊണ്ടാ ഓൾ ഈ ദുരിതം പേർന്ന്. ഓനക്കെങ്കിലും സ്വയം തീർന്നൂടെ? ഓക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ. എന്തൊക്കെയാണ് ഉമ്മങ്ങൾ ഈ പറയുന്നത്? എന്ത് തെറ്റങ്ങളോട് ഈ പാവം ചെയ്തത്? സൂക്കേട് പഠിച്ചു തന്നതല്ലേ, അത് പഠിച്ചോനായിട്ട് മാറ്റൂലേ? നിങ്ങളിങ്ങനെ പറയണോ? ഓ തുടങ്ങിയോളെ മുതല കണ്ണീര്. ഇങ്ങോട്ട് പോരടി, അത് നോക്കി നിൽക്കണ്ട. സുഹറ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. കുറച്ചെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ അത് കേൾക്കണം. എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല സുഹറ. എനിക്ക് കുറച്ച് വിഷമാകി തരൂ. നിന്റെ കാല് ഞാൻ പിടിക്കാം. അതാ നല്ലത്. ഞാനും അതന്നെ ആലോചിച്ചേ. വിഷം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. കലക്കി കൊണ്ടുവരാം ഞാന്. നിങ്ങൾ കുടിക്കി, നിങ്ങൾ മരിക്കുന്ന നല്ലത്. ഇങ്ങനത്തൊരു വേദന ആർക്കും കൊടുക്കില്ല. കുടിക്കി, എല്ലാം അങ്ങോട്ട് അവസാനിക്കട്ടെ. നിനക്ക് ഇത് കുറെ മുമ്പ് തന്നൂടായിരുന്നു. എന്നിട്ട് നിനക്ക് സന്തോഷത്തെ കഴിഞ്ഞൂടായിരുന്നു. ഇനിയും വൈകിട്ടില്ല. ഞാൻ മരിച്ചാൽ നീ വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണം.
സൂറ, എന്താ ഇത്? നീ എന്താ ഈ കാട്ടിയത്? ഞാനത് കുടിച്ച് പഠിച്ചറപ്പേ ഞങ്ങൾക്ക് പുറത്തു തരണേ. എനിക്കൊരാഗ്രഹം ഉണ്ടായിട്ടല്ല അല്ല, ജീവിച്ച കൊത്തി തീരത്തില്ല റബ്ബേ. സൂറ, എന്റെ സൂറ, അല്ല ഞങ്ങൾക്ക് പുറത്തു തരണേ. മരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല അല്ല, ജീവിച്ച് കുത്തി തീർന്നിട്ടില്ല.